ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ ഗൺബോട്ടുകളുടെ വെടിവയ്പ്പിനിരയായ ഇന്ത്യൻ കപ്പലിൽ നിന്നുള്ള സന്ദേശം പുറത്ത്. ആക്രമണ സമയത്ത് കപ്പലിലെ ക്രൂ അംഗം ഇറാൻ നാവികസേനയുമായി സംസാരിക്കുന്നതിന്റെ ശബ്ദശകലമാണ് പുറത്തുവന്നത്. ഇറാന്റെ വെടിവയ്പ്പിനിരയായ സർമാർ ഹറാൾഡ് എന്ന എണ്ണക്കപ്പലിലെ ക്രൂ അംഗം ഇറാൻ നാവികസേനയോട് നിങ്ങൾ അനുമതി നൽകിയിട്ടും എന്തിനാണ് വെടിയുതിർക്കുന്നതെന്ന് ചോദിക്കുന്നതാണ് ശബ്ദശകലത്തിലുള്ളത്. ആക്രമണ സമയത്ത് ഇറാൻ നാവികസേനയുമായി ബന്ധപ്പെടാൻ ശ്രമിച്ച ക്രൂ അംഗം തങ്ങളെ തിരിച്ചുപോകാൻ അനുവദിക്കണമെന്നും പറയുന്നുണ്ട്. സപ്പാനവി, ഇത് മോട്ടോർ ടാങ്കർ സൻമാർ ഹറാൾഡ് ആണ്. നിങ്ങൾ എനിക്ക് പോകാൻ അനുമതി നൽകിയിരുന്നു. നിങ്ങളുടെ പട്ടികയിൽ രണ്ടാമതായി എൻ്റെ പേരുണ്ട്. പക്ഷേ നിങ്ങൾ ഇപ്പോൾ വെടിയുതിർക്കുകയാണ്. ഞാൻ തിരികെ പോകട്ടെ എന്നാണ് 30 സെക്കൻഡ് ദൈർഘ്യമുള്ള ശബ്ദശലകത്തിലുള്ളത്. മരിടൈം ഇന്റലിജൻസ് സ്ഥാപനമായ ടാങ്കർ ട്രാക്കേഴ്സ് ആണ് ഈ സന്ദേശം പുറത്തുവിട്ടിരിക്കുന്നത്. ഇറാനിയൻ യുദ്ധക്കപ്പലായ IRIS-11 അമേരിക്കൻ ആക്രമണത്തിൽ തകർന്നതിനെ തുടർന്ന് സഹായം തേടി കൊച്ചി തുറമുഖത്ത് അഭയം പ്രാപിച്ചിരുന്ന സാഹചര്യത്തിലാണ് ഇറാൻ ഇന്ത്യയുടെ തന്നെ കപ്പലുകളെ ആക്രമിച്ചത്. മാനുഷിക പരിഗണന നൽകി ഇറാനിയൻ സൈനികരെ കേരളത്തിൽ സംരക്ഷിക്കുമ്പോൾ ഇന്ത്യയുടെ കപ്പലുകൾക്ക് നേരെ വെടിയുതിർക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് അധികൃതർ ചൂണ്ടിക്കാട്ടി. അന്താരാഷ്ട്ര സമുദ്ര അതിർത്തിയിൽ സ്വതന്ത്രമായ കപ്പൽ ഗതാഗതം ഇന്ത്യയുടെ അവകാശമാണ്. അതിന് തടസ്സം നിൽക്കുന്ന ശക്തികൾക്കെതിരെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് ഇന്ത്യ മുന്നറിയിപ്പ് നൽകി. US-ഇസ്രയേൽ സംഘർഷം മറയാക്കി ഹോർമൂസ് വഴി പോകുന്ന കപ്പലുകളിൽ നിന്ന് നിയമവിരുദ്ധമായി നികുതി ഈടാക്കാനാണ് IRGC ശ്രമിക്കുന്നത്. എന്നാൽ ഇത്തരം ഭീഷണികൾക്ക് വഴങ്ങില്ലെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. വെടിവയ്പിൽ ഒരു കപ്പലിന്റെ ക്യാബിൻ ചില്ലുകൾ തകർന്നെങ്കിലും ആളപായമില്ല. ലക്ഷക്കണക്കിന് ബാരൽ എണ്ണയുമായി വന്ന ടാങ്കറുകളെ വെടിവെച്ച് ഭയപ്പെടുത്തി ഇറാൻ പിന്തിരിപ്പിക്കുകയായിരുന്നു. വിദേശകാര്യ മന്ത്രാലയം ഇറാൻ പ്രതിനിധിയെ വിളിച്ചു വരുത്തി പ്രതിഷേധം അറിയിച്ചു. ഇന്ത്യയെ സൗഹൃദ രാജ്യങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് അവകാശപ്പെടുമ്പോഴും ഇന്ത്യയുടെ താൽപ്പര്യങ്ങളെ ഹനിക്കുന്നത് ശരിയല്ലെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. വെള്ളിയാഴ്ച മാത്രം തുറന്നുകൊടുത്ത ഹോർമൂസ് കടലിടുക്ക് അമേരിക്കൻ നാവിക ഉപരോധം നീക്കാത്തതിനെ തുടർന്ന് 24 മണിക്കൂറിനുള്ളിൽ ഇറാൻ വീണ്ടും അടച്ചു. നിലവിൽ ഇന്ത്യൻ പതാകയേന്തിയ കപ്പലുകൾ ജാഗ്രത പാലിക്കണമെന്നും സുരക്ഷ ഉറപ്പാക്കാൻ നാവികസേന നിരീക്ഷണം ശക്തമാക്കിയെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു.